പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇസ്രായേൽ ഇറാൻ യുദ്ധം പുരോഗമിക്കുകയാണ്. ഇരു രാജ്യങ്ങളും പരസ്പരം നടത്തുന്ന ആക്രമണങ്ങളിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ആഹ്വാനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ടെങ്കിലും അതൊന്നും ഫലവത്താകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യുദ്ധം നടക്കുന്ന പശ്ചിമേഷ്യയിലാണെങ്കിലും അത് ലോകത്തെ മുഴുവനും പല രീതിയിലാണ് ബാധിക്കുന്നത്. ഇങ്ങനെ പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഇസ്രായേലിലേക്ക് നേരത്തെ പലസ്തീൻ്റെ ഭാഗത്തു നിന്ന് ഗസയിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള അക്രമങ്ങളുടെ എല്ലാം ഒരു തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ ഇസ്രായേലിലേക്ക് കടന്നുകൊണ്ട് നിരവധി ആളുകളെ ബന്ദികളാക്കി കൊണ്ടുപോയി അവരെ വലിയ ക്രൂരതയ്ക്കും അക്രമത്തിനും എല്ലാം വിധേയമാക്കി ഇസ്രായേൽ തിരിച്ചടിക്കുന്ന സാഹചര്യത്തിലേക്കുണ്ടായി. ഇസ്രായേൽ ശക്തമായി തന്നെ തിരിച്ചടിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ പാലസ്തീൻ വിഷയം അതോടുകൂടി കുറച്ചുകൂടി ശക്തമായി ഇസ്രായേലുമായി നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്കോ അതല്ലെങ്കിൽ ഒരു വലിയ പരസ്പരമായിട്ടുള്ള തർക്കത്തിലേക്കോ ഒക്കെ മാറിയിരുന്നു. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെ എല്ലാം തുടർച്ചയാണ് ഇപ്പോൾ ഇറാനുമായിട്ടെല്ലാം നടക്കുന്ന വിഷയങ്ങൾ. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഒരു കാലഘട്ടത്തിൽ വളരെ ശക്തമായി ഉണ്ടായിരുന്ന ഇറാനാണെങ്കിലും പാലസ്തീനാണെങ്കിലും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിലും ഒക്കെ ചരിത്രപരമായി തന്നെ എത്രയോ കാലഘട്ടങ്ങളായി അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങളിലും അക്രമങ്ങളിലും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള കടന്നാക്രമണങ്ങളിലും ഒക്കെ വിധേയമായിട്ടുണ്ട്. രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചാണെങ്കിലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്വാഭാവികമായും അവരുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയ രാജ്യമാണ്. പക്ഷേ ഇന്ന് ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുള്ള അതോടൊപ്പം തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഇൻ്റലിജൻസ് ഏജൻസികളുള്ള എല്ലാ മേഖലയിലും വൈദഗ്ധ്യം നിറഞ്ഞിട്ടുള്ള ആളുകളുള്ള ഒരു രാജ്യമായി ഇസ്രായേൽ മാറിയിരിക്കുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ മൊസാദിൻ്റെ ശക്തിയുടെ കാര്യത്തിലാണെങ്കിലും അവർ എടുക്കുന്ന നിലപാടുകളുടെ കാര്യത്തിലാണെങ്കിലും അവരുടെ ഇൻ്റലിജൻസ് സംവിധാനമാണെങ്കിലും ഒക്കെ ലോകത്ത് പ്രശസ്തിയാർജിച്ചിട്ടുള്ള പല വിഷയങ്ങൾക്കും പേര് കേട്ടിട്ടുള്ളവരാണ് അവരുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇന്ന് നടക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവർ എടുക്കുന്ന നിലപാടുകളോട് കൂടി അതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇസ്രായേലിനെ ഒരു കാലഘട്ടത്തിൽ ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്ന ശക്തികളോട് ഇസ്രായേലിൻ്റെ സ്വാഭാവികമായിട്ടുള്ള റിട്ടാലിയേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സാമൂഹികപരമായിട്ടുള്ള അതിൻ്റെ ഒരു വിഷയം. അതിനൊരു രാഷ്ട്രീയ വശമുള്ളത് ഈ ഇസ്രായേലിനെ ഇല്ലാതെയാക്കുന്നതോടുകൂടി ഒരു അസ്തിത്വം ഇല്ലാതെയാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക എന്നുള്ളത് കുറേ കാലങ്ങളായി ഗസ കേന്ദ്രീകരിച്ചുകൊണ്ടാണെങ്കിലും പാലസ്തീൻ്റെ മറ്റ് സംവിധാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണെങ്കിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇറാൻ അടക്കമുള്ള ഒരു കാലഘട്ടത്തിൽ ഇറാഖ് അടക്കമുള്ള രാജ്യങ്ങളെല്ലാം അതിൻ്റെയൊക്കെ ഭാഗമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ തുർക്കിയാണെങ്കിലും അതിൻ്റെ എല്ലാം ഭാഗമായി നിന്നിട്ടുള്ള രാജ്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ പ്രധാനമായും ഒരു അസ്ഥിരതയുണ്ടാകുന്നു. പ്രത്യേകിച്ച് സമാധാനപരമായിട്ടുള്ള ഒരു സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിന് ഭംഗമുണ്ടാകുന്നു എന്നുള്ളത് ആശങ്കയോടുകൂടി കാണേണ്ടതാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ എടുക്കുന്ന ഇപ്പോഴത്തെ നിലപാടുകൾ, അതായത് ആയുധവർഷം നടത്തുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും കടന്നാക്രമണം നടത്തുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും അവിടേക്ക് വലിയ തോതിൽ ഇറാനിലേക്ക് കടന്നുകൊണ്ട് അവർ അക്രമം നടത്തുന്നതിനൊക്കെ അവരുടെ മണ്ണിലേക്ക് കടന്ന് അക്രമം നടത്തുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഇസ്രായേൽ കാണുകയാണ്. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ നേരിട്ടൊരു തീവ്രവാദ പ്രസ്ഥാനത്തിനോ സംഘടനക്കോ നേതൃത്വം കൊടുക്കുന്ന ഒരു രാജ്യമല്ല. ഉദാഹരണത്തിന് പാകിസ്ഥാൻ. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനെതിരെ അക്രമം നടത്തിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പഹൽഗാമിലേക്ക് വന്ന തീവ്രവാദികൾ പാകിസ്ഥാനിൽ പരിശീലനം ലഭിച്ച് ഇങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ രാജ്യത്ത് സാധാരണക്കാരെ കൊലപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ പാകിസ്ഥാൻ ഭീകരവാദ തീവ്രവാദ സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് അഭയം നൽകുകയും ചെയ്യുന്ന സാങ്കേതിക സാമൂഹിക രാഷ്ട്രീയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു രാജ്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇറാൻ ആ തരത്തിൽ ഒരു പ്രത്യക്ഷമായ ഒരു കാര്യം ചെയ്യുന്നതായി ശ്രദ്ധയിൽ വരുന്നില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ തരത്തിൽ ഇപ്പോൾ IS-ൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് തീവ്രവാദ സംഘടനകളാണെങ്കിലും ഒക്കെ അവർ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനം ഇറാനിനകത്തു നിന്നല്ലെങ്കിലും അവരെയെല്ലാം പ്രത്യക്ഷമായും പരോക്ഷമായും സഹായിക്കുകയും ഇപ്പോൾ പാലസ്തീനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വരുന്ന തീവ്രവാദ സംവിധാനങ്ങളോട് അല്ലെങ്കിൽ അവർ നടത്തുന്ന അക്രമങ്ങളോട് പരോക്ഷമായി സഹായം ചെയ്യുന്ന ഒരു നിലപാട് ഇറാൻ സ്വീകരിക്കുന്നു എന്നുള്ളത് ഇസ്രായേൽ മനസ്സിലാക്കുകയാണ്. അതിൽ നിന്നുള്ള ഒരു
ഇസ്രായേലിൻ്റെ പ്രതികാരമോ അതല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ നിലപാടോ ആണ് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണം. മറ്റൊന്ന്, ഇതിൽ അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട നിലപാടിൻ്റെ പ്രശ്നമുണ്ട്. ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആണവായുധ അതിൻ്റെ വ്യാപനത്തെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ എത്രയോ നാളുകളായി അമേരിക്ക ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇറാൻ അത് അവസാനിപ്പിക്കണം, ആണവ ശക്തിയാകാനുള്ള ശ്രമം അവസാനിപ്പിക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നു. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിട്ടല്ലാതെയും അവർക്ക് അന്ത്യശാസനം നൽകുന്നു. അപ്പോൾ അമേരിക്കയുടെ ഒരു രാഷ്ട്രീയപരമായ ഇടപെടൽ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു വിഷയമുണ്ട്. ഇറാൻ ആണവശക്തിയാകുമ്പോഴുള്ള ഭീഷണിയെ സംബന്ധിക്കുന്ന ഒരു വിഷയമുണ്ട്. അത് ഉയർത്തി കാണിക്കുകയാണ് അമേരിക്ക. അപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ എടുക്കുന്ന നിലപാടുകൾ അമേരിക്കയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പശ്ചിമേഷ്യയിൽ ഈ അശാന്തി ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ തരത്തിലുള്ള ഭീകരവാദ തീവ്രവാദ സംഘടനകളെ പരോക്ഷമായി സഹായിക്കുന്ന രാജ്യങ്ങളെ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ്. അതിന് അവർക്കൊരു കാരണമുണ്ട്. അവരുടെ ജനതയെ സംരക്ഷിപ്പൂ. ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ സൂചിപ്പിക്കുന്നത് ഞാനിത് എനിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല, ഞാനിത് എൻ്റെ അടുത്ത തലമുറക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യുന്ന കൃത്യം എന്ന് പറയുന്നത് എൻ്റെ രാജ്യത്തെ ജനങ്ങളെ ഇപ്പോൾ സംരക്ഷിക്കുകയും ഇനി ഭാവിയിലേക്കുള്ള സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംവിധാനങ്ങളെ അമർച്ച ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസമുള്ളത്, ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനിലോട് എടുത്ത നിലപാട് ഭീകരവാദ തീവ്രവാദ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമായിരുന്നു. ഇന്ന് ഇസ്രായേലുമായിട്ടുള്ള വിഷയം അതിൽ കൂടി കടന്നു അപ്പുറത്തേക്ക് പോയി തീവ്രവാദ ഭീകരവാദ വിഷയം മാത്രമല്ല, അവർ തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക്, നേരിട്ടുള്ളൊരു യുദ്ധത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ഇറാനും ഇസ്രായേലും തമ്മിലൊരു നേരിട്ട് യുദ്ധത്തിലേക്ക് മാറുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ ആഗോളതലത്തിൽ എണ്ണവില ഇപ്പോൾ കുത്തനെ ഉയർന്നു കഴിഞ്ഞു. അതായത് ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതാണ് എണ്ണവില ഉയരാൻ കാരണമായത്. ഇതിനുള്ള തിരിച്ചടിയായി ഇറാൻ ചില കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അതിനെ എങ്ങനെ നമുക്ക് നേരിടാൻ കഴിയും? ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളുടെയും എണ്ണയുടെ സ്രോതസ്സ് അതല്ലെങ്കിൽ നമ്മളുടെ എല്ലാം പലപ്പോഴുമുള്ള ആശ്രയിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇറാൻ. അതോടൊപ്പം തന്നെ UAE ആണെങ്കിലും അതുപോലെ തന്നെ അറബ് രാഷ്ട്രങ്ങളെല്ലാം തന്നെ ആ മേഖല മുഴുവൻ തന്നെ എണ്ണയുമായി നമ്മുടെ രാജ്യത്തിൻ്റെ എണ്ണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന പല വിഷയങ്ങളുടെയും പ്രധാനപ്പെട്ട സ്രോതസ്സ് കൂടിയാണ്. ഇപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ ഇസ്രായേൽ എടുത്തിട്ടുള്ള മറ്റൊരു നിലപാട് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇസ്രായേൽ പറയുന്നത് ഇറാൻ്റെ പ്രധാനപ്പെട്ട നേതൃത്വത്തെ തന്നെ ഇല്ലാതെയാക്കുമെന്നുള്ളതാണ്. ആയത്തുള്ള ഖുമൈനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് അദ്ദേഹം പ്രസ്താവന ഇറക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അവരുടേത് കേവലം ഒരു ഏതെങ്കിലും തരത്തിലുള്ള സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹികപരമായ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഈ തർക്കങ്ങൾ നിലനിൽക്കുന്നത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ എണ്ണ വിലയുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, എണ്ണപ്പാടങ്ങൾ നശിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇസ്രായേലിലേക്ക് തിരിച്ചും അതുപോലെ തന്നെ സമാനമായിട്ടുള്ള അക്രമങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ ബോംബ് വർഷത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇനി അതല്ല മറിച്ച് അവരെടുക്കുന്ന നിലപാടുകളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് ഇറാനും രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലെടുക്കുന്ന നിലപാടുകളെക്കാളൊക്കെ അപ്പുറത്ത് ഒരു പടി കൂടി കടന്ന് ഇസ്രായേൽ ചെയ്യുന്നത് അവരുടെ വാർത്താവിതരണ സംവിധാനത്തെ, അവരുടെ സുരക്ഷാ സംവിധാനങ്ങളെ, അവരുടെ ആയുധശേഷിയെ, അവരുടെ സാമ്പത്തിക ശേഷിയെ, എല്ലാ മേഖലകളെയും ഒന്നൊന്നായി ഇല്ലാതെയാക്കാനുള്ള ശ്രമം ഇസ്രായേൽ നടത്തുന്നുണ്ട്. ഇതിൻ്റെ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായും പശ്ചിമേഷ്യയിലെ പ്രധാനപ്പെട്ട പല രാജ്യങ്ങളുടെയും എണ്ണ ഉൽപ്പാദനത്തെ സംബന്ധിച്ചാണെങ്കിലും വിതരണത്തെ സംബന്ധിച്ചാണെങ്കിലും ഉണ്ടാകേണ്ടുന്ന ശേഷിയിൽ കുറവ് വരുന്നു. ഇനി അതല്ലെങ്കിൽ അതിൻ്റെ വില നിലവാരത്തിൽ മാറ്റമുണ്ടാകുന്നു എന്നുള്ളത് കുറച്ച് ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തിന് അത് തുടക്കമാകുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.